ഹലോ പറോ അറിയത്തില്ല ബ്രോ, ഓർമ്മയില്ല. ആരോ കൊന്നായിരുന്നു ബ്രോ നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ തങ്ങി കിടക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളാ പോച്ചയുടെ ഇങ്ങനെ കോരി എടുക്കുവായിരുന്നു. അതെ, താങ്ക് യു ഫോർ ദ കൈൻഡ് ഇൻഫർമേഷൻ. പേരെന്തായിരുന്നു? ബ്രോക്കൺ. ഇതാരാ വേറെന്താ? ഓർമ്മ വന്നു. ബ്രോക്കൺ ഏത് ബ്രോക്കൺ? എന്താ ഏത് ബ്രോക്കൺ? പണ്ടുണ്ടായിരുന്ന ബ്രോക്കൺ ആണോ? പണ്ടുണ്ടായിരുന്ന ബ്രോക്കൺ ആണോ എന്ന് അതറിയത്തില്ല ബ്രോ, ഞാൻ ബ്രോക്കൺ. ഓ ബ്രോ, പണ്ടുണ്ടായ ബ്രോക്കൺ ആണോന്നല്ലേ ഞാൻ ചോദിച്ചത്. ബ്രോയ്ക്ക് ഇപ്പൊ കേൾക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ചെവിക്ക് പ്രശ്നമായിരിക്കും. പണ്ട് കുറെ അടിവിട്ടിട്ട് പ്രശ്നമായിരിക്കും. പണ്ട് കുറെ മറ്റേ അടിവിട്ടൊക്കെ പ്രശ്നമായിരിക്കും. നീ സഹിച്ചോ? നിന്റെ സഹിക്കാൻ നമ്മൾ പറഞ്ഞില്ലല്ലോ. നിന്റെ സഹിക്കാൻ നമ്മൾ പറഞ്ഞില്ലല്ലോ. അല്ലല്ല ബ്രോ, പണ്ടുണ്ടായ ബ്രോക്കൺ ആയിരിക്കും ബ്രോ. എന്ത് അതല്ലേ ചോദിച്ചേ? ഇതെന്താ അറിയത്തില്ലല്ലോ. ഞാൻ ഒരു മിനിറ്റ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അവനോട് സംസാരിക്കല്ലേ? നീ എന്താ സംസാരിക്കണേ? അവൻ സംസാരിക്കില്ലടാ. നീ അതല്ല, നീ എന്തിനാ സംസാരിക്കണേ? ചേട്ടനാ? ഏത് ചേട്ടൻ? അല്ലല്ലേ, വിട് നിങ്ങൾ പറ. പണ്ടുണ്ടായ ബ്രോക്കൺ ആയിരിക്കും ബ്രോ, അറിയത്തില്ല. അതാ അറിയത്തില്ല, പണ്ടത്തെ ബ്രോക്കൺ ബ്രോക്കൺ ആണോന്ന് അറിയത്തില്ല. നമ്മള് പണ്ട് ടീച്ചറിൽ കുറെ അടികൊണ്ട ബ്രോക്കൺ. പേരെന്താ ബ്രോന്റെ പേരെന്താ? എന്റെ ലോലൻ. എന്താ ബെല്ലാരി അടി ഉണ്ടല്ലോ? ബെല്ലാരിയിൽ അടി ഉണ്ടല്ലോ. നീ ഇപ്പൊ എന്നെ ബെല്ലാരിൽ എപ്പ അടിച്ച്? നീ എന്നെ ബെല്ലാരി അടിച്ച ഒരു സാധനം കാണിച്ച? നീ എന്നെ ബെല്ലാരി അടിച്ച സാധനം കാണിച്ച? സംസാരി. നീ ബെല്ലാരി അടിച്ച സാധനം കാണിച്ച സംസാരി. നീ ബെല്ലാരിൽ എപ്പ അടിച്ചു? നീ എപ്പ അടിച്ചു? നീ എന്നെ എപ്പ ബെല്ലാരിൽ അടിച്ചു? നീ എപ്പ എന്നെ ബെല്ലാരിൽ അടിച്ചു? ടീച്ചർ അടിയും കൊണ്ട് വരുന്ന തീറ്റല്ലോ നീ. ടീച്ചർ അടിയും കൊണ്ട് പൊഴുത്തരുന്ന തീറ്റല്ലേ നീ? ടീച്ചർ അടിയും കൊണ്ട് ചത്തുന്ന പൊഴുത്തരുന്ന തീറ്റവേ. ടീച്ചറെ കിടന്ന് അഴുത്ത മറ്റേ പച്ചാശം പൊഴുത്ത തീറ്റ വാങ്ങിക്കൊണ്ടിരി. പൊഴുത്ത തീറ്റവേ. നിന്റെ നമ്മളെ സംസാരിക്കും. എന്താ നിനക്ക് സംസാരിക്കാം? നീ സംസാരിക്കേ. നീ എന്നെ ബെല്ലാരിൽ എപ്പ അടിച്ചു? പറ. നീ എപ്പ എന്നെ ബെല്ലാരിൽ അടിച്ചു? നീ കൊറേ അടിയോട്ട് വരികയില്ല. നീ എപ്പ എന്നെ അടിച്ചു? നീ എപ്പ എന്നെ അടിച്ചു? നീ എന്റെ അടിച്ചു? തേങ്ങ. അപ്പൊ നീ എന്നെ എപ്പോഴാണ് അടിച്ചത്? ടീച്ചർ വെച്ച് പട്ടേ അവന്റെ തേങ്ങ മറ്റേ മൂഞ്ച പുതിയ 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 പോടാടുത്തോണ്ട് തലയിൽ ചെരുപ്പ് മാറുന്ന പട്ടി. പോടാടുത്തോണ്ട് തലയിൽ ചെരുപ്പ് മാറാത്ത പട്ടി. പോടാടുത്തോണ്ട് തലയിൽ ചുവപ്പ് മാറാത്ത കണ്ടി. പോടാടുത്തോണ്ട് അടികൊണ്ടിട്ട് ഇറങ്ങിപ്പോയനല്ലടാ നീ. വലിയ ഒരു തവണയെങ്കിലും തിരിച്ചടിയടാ. ലോലം കണ്ടി പോടാടുത്തോണ്ട്
അവനെ കണ്ടി തീട്ട കണ്ടി ചുവപ്പ് മാറാതെ പട്ടി പോടാടുത്തോണ്ട് പട്ടിയില്ല പോടാടുത്തോണ്ട് തല അതുകൊണ്ടാണ് നീ ഇങ്ങനെ നിൽക്കുന്നത് എന്റെ ഫ്രണ്ടില്. അതെ അതെ കല്യാണത്തിനോടാ നീ കല്യാണത്തിനോടാ നീ എന്റെ ഫ്രണ്ടില് മനസ്സിലായ കല്യാണത്തിനോടാ നീ എന്റെ ഫ്രണ്ടില് മനസ്സിലായ നീ പോടാടുത്തോണ്ട് നീ പോടാടുത്തോണ്ട് നീ പോടാടുത്തോണ്ട് നീ പോടാടുത്തോണ്ട് എടാ ബ്രോക്ക നീ ഉണ്ടായപ്പോ എത്ര തവണ അടി കൊണ്ടോ? ഒരു തവണ തിരിച്ചടിച്ചതെന്ന് പറഞ്ഞടാ ഒന്ന് അല്ല നീ ഒരു തവണ അടിച്ചെന്ന് നീ അടിച്ചെന്നൊക്കെ പറയല്ലേ, നീ എപ്പോഴും അടിച്ചെന്ന് പറയാ കേക്കട്ടെ. കോഹ്ലിയുടെ ജോസ് കുട്ടിയെ അവിടെ നിന്ന് ഇടി കൊണ്ടടയാത്ത നീ അത് മനസ്സിലായി. എന്റെ കോഹ്ലിയുടെ ജോസി കുട്ടിന്ന് എല്ലാരും പുതിയ ആളാ ദൈവം പുറത്തിറങ്ങാൻ സിറ്റുവേഷൻ ട്രിഗറാക്കിയിട്ട് നമ്മള് പുറത്തിറങ്ങാം സിറ്റുവേഷൻ ഞാനും എല്ലാവരും ആരൊക്കെ സിറ്റുവേഷൻ സംസാരിച്ചടാ വണ്ടി ഇങ്ങോട്ടോ അവനെ പറഞ്ഞ വെയിറ്റ് ചെയ്യടാ കിച്ചുള്ള വണ്ടി ഇങ്ങോട്ടുണ്ടോ? എടാ കിച്ചു എന്താടാ കിച്ചുള്ള വണ്ടി ഇങ്ങോട്ടൊന്നും കിച്ചു മാത്രം എന്താടാ എണ്ണം കുറക്കല്ലേ ഹലോ ഹലോ ബ്രോക്കല്ലേ അറിയണത് പണ്ട് ബല്യാലിൽ അടി ഉണ്ടെന്ന് എന്തൊക്കെ പറഞ്ഞിട്ടല്ലോ അവിടെ ബ്രോ അല്ലേ ആദ്യം ടീച്ചറിന്റെ കാര്യം പറഞ്ഞേ. എന്ത് ടീച്ചറായാലും ഞാൻ ആദ്യം പറഞ്ഞു നീയല്ലേ ആദ്യം പറഞ്ഞു. എടാ നീയേ ആദ്യം പറഞ്ഞേ. നിന്റെ അടുത്ത് ഞാൻ എന്താ ചോദിച്ചത്? നിന്റെ അടുത്ത് ഞാൻ ആദ്യം ചോദിച്ചു പേരെന്താണ് അല്ലേ? അപ്പൊ നീ വേറെ ബ്രോക്ക്. അപ്പൊ ഞാൻ ചോദിച്ചത് പണ്ടത്തെ ബ്രോക്കാണെന്നല്ലേ ചോദിച്ചോളൂ, വേറെ എന്താ ചോദിച്ചു എന്റെ അടുത്ത്? അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്റെ അടുത്ത്? നീ അവിടെ നിന്ന് അമ്പയർ ചെയ്യല്ലേ? ഒരു മിനിറ്റ് എടാ ഒരു മിനിറ്റ് പണ്ടുള്ള ബ്രോക്കറാണോ ചോദിച്ചു? ഞാൻ എന്താ പറയണ്ടേ? എനിക്കറിയോ നിന്നെ മുമ്പേ? എനിക്കറിയത്തില്ല. അപ്പൊ നീ ബെല്ലാലിന്റെ കാര്യം എങ്ങനെ പറഞ്ഞു അറിഞ്ഞൂടെങ്കിൽ? ആ അപ്പൊ പിന്നെ നീ ടീച്ചറിന്റെ കാര്യം എങ്ങനെ പറഞ്ഞു? പിന്നെ എനിക്കെന്നെ അറിയോ? അങ്ങനെ അറിയാം. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച പണ്ടുണ്ടായിരുന്ന ബ്രോക്കറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഒരു മിനിറ്റ് മനസ്സിലായി ബ്രോ മനസ്സിലായി. ബ്രോയുടെ ബോഡി കാടിനകത്ത് കിടക്കുവായിരുന്നാണ് അവര് പറഞ്ഞത്. അത് മനസ്സിലായി ബ്രോ. അല്ല ബ്രോയുടെ തട്ടിയപ്പോ ബ്രോഡ് എടുത്തു വന്നു. അത് ആ കാര്യമാണോ അവന്മാർ അവിടെ വന്ന് പറഞ്ഞത്? ആ ഓക്കെ അത് വിട്ടു ബ്രോ. അത് വിട്ടിട്ട് ഈ ലോലം വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് പണ്ടുണ്ടായിരുന്ന ബ്രോക്കറാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് സംസാരിക്കില്ലേ വീട്ടിൽ സംസാരിക്കില്ലേ? അപ്പൊ എന്റെ അടുത്ത് സംസാരിക്കില്ലേ? നീ ഇതിന് ബ്രോ ബ്രോന്റെ ലീഡറിന്റെ അടുത്ത് സംസാരിക്കുന്നേ. നീ ചാടാണ്ട് സംസാരിച്ചോ? അപ്പൊ പണ്ടുണ്ടായിരുന്ന ബ്രോക്കറാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയത്തില്ല ബ്രോ, പണ്ടുണ്ടായിരുന്ന ബ്രോക്കറാണോ അറിയത്തില്ലെന്നേ പറഞ്ഞോളൂ. അപ്പൊ അവൻ പറഞ്ഞ് പണ്ട് ടി ജി അടി കൊണ്ടുകൊണ്ടിരുന്ന ബ്രോക്കറാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു നിന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ ചോദിച്ചല്ല, ഞാൻ അങ്ങോട്ട് അത് നീ ആദ്യം ടി ജിന്റെ കാര്യം പറഞ്ഞു. നീ ടി ജിന്റെ കാര്യം നീ ആദ്യം പറഞ്ഞു. നീയാ പറഞ്ഞേ മോനെ. ടി ജിന്റെ കാര്യം മനസ്സിലായോ? അതേപോലെ ഞാൻ ചോദിച്ചേ ബെല്ലാരി അടി കണ്ടിട്ടുണ്ടോന്ന് അത്ര ചോദിച്ചോളൂ ഞാൻ. അല്ല നീ എപ്പോഴാണ് എന്നെ ബെല്ലാരി അടിച്ചത്? അപ്പൊ നീ എന്നെ എപ്പോഴാ ടീച്ചർ അടിച്ചേ? ഞാൻ നമുക്കറിയാം. നീ ആ കണക്കൊന്നും ഇവിടെ പറയണ്ടോ? ആരാ നക്കി വന്നില്ല എന്നൊക്കെ നമുക്കറിയാം. നീ നമ്മുടെ വ്യക്തി ഇങ്ങോട്ട് കയറാൻ വരണ്ട. അപ്പൊ പിന്നെ നിങ്ങൾ എടുത്ത് വരുന്നേ? നീ വന്നോണ്ട് ഒരു സത്യം പറഞ്ഞടാ. അടിക്കണമെന്ന് ഇതുണ്ടെങ്കിൽ റേഡിയോയിൽ ഡബിൾ ടാപ്പ് അങ്ങ് ചെയ്താൽ അടിച്ചോളൂ. എവിടെ ഉമ്മാരെവിടെ? ഇത് അടിച്ചു തീർക്കാം അവന്മാര് കോണയല്ലേ? എന്തിനാ
അല്ല നമുക്ക് ഇങ്ങനെ പറയാം അവനെ സിറ്റുവേഷൻ തുടങ്ങിയ ആളാരാണ് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറ അല്ലാതെ എന്നാ പിന്നെ സിറ്റുവേഷൻ എടുത്തോ പിന്നെ വേറെ നോക്കണ്ട അവിടെ പോയിട്ട് അവന്റെ പെടലിക്ക് ഒരെണ്ണം കൊടുത്തിട്ട് പാടാം. അടി പൊട്ടിക്കണേ അവിടെ ഉള്ളവന്മാരെ കൊന്നുകളയണേ കണ്ണാപ്പി പോയി വാസോണ്ടാ വിളിക്കുന്നു വാണിംഗ് ഫയർ കൊടുക്കണേ. നീ മറ്റേ മാക്കാറ്റി കുത്തി നമ്മുടെ ഓൺഫുട്ടുള്ള ഇതിപ്പോ എന്താ ഇതിപ്പോ ഇവൻ പറയുന്നത് നിങ്ങളെ സൈഡിൽ നിന്നാണ് സത്യം പറഞ്ഞ സ്റ്റാർട്ടിങ് ഇനീഷ്യേറ്റ് ചെയ്തെന്നാ പറയുന്നത്. പണ്ടത്തെ ബ്രോക്കാണെന്ന് പറഞ്ഞ എന്ത് ഇനിഷ്യേറ്റിംഗ് ആണ്? പണ്ടത്തെ അല്ലല്ല പണ്ടത്തെ ബ്രോക്കറാണെന്ന് ചോദിച്ചപ്പോ എനിക്ക് അറിയത്തില്ലെന്നല്ലേ പറഞ്ഞോളൂ. ഇവിടെ കിച്ചണിൽ സംസാരിക്കണ്ട. ആരടിക്കുന്ന ആരാ പറഞ്ഞ അടിക്കാൻ നമ്മുടെ ആരെല്ലാം അടിച്ചോ അത് വെറുതെ അടിച്ച മേളിലോട്ട് അടിച്ച അപ്പോഴേ ആദ്യമേ ഇറങ്ങിയത് ഇവിടെ അടിക്കാൻ വേണ്ടി. ഇവര് ഈ സിറ്റുവേഷനിൽ നിന്ന് മെമ്പേഴ്സിന് സോൾവ് ചെയ്യാൻ താല്പര്യം ഇല്ലെന്ന് പറയണം. ഞാൻ പിന്നെ എല്ലാം പല്ലേ പണ്ടേ നമുക്കതൊരു അടിച്ച് കൊല്ലവനെ എടാ അടിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഇവന്മാരെല്ലാം ലോങ്ങില്ല. ഇവിടെ അറ്റത്തൊക്കെ കൊണ്ടുവന്ന് നിർത്തി വെച്ചിരിക്കണേ. ക്ലോസ് ഉള്ളവരെ ഫ്ലാഷ് ചെയ്യാ നോക്കല്ലേ. ഒന്നും ചെയ്യല്ല. രണ്ടുപേരും അങ്ങോട്ട് രണ്ട് മെമ്പേഴ്സ് ഭയങ്കര ട്രിഗേർഡ് ആയിട്ടിരിക്കണം. നമുക്കറിയാം ഇവനും താക്കോല് വേണം നമ്മുടെ വണ്ടിയുടെ നേരെ എല്ലാരും പാർക്കിംഗ് പാർക്കിംഗ് ഷോട്ടിൽ താഴെ കുത്ത് ആകാടളി എനിക്ക് കാണത്തില്ല ലോങ്ങേ ബാക്കിലുണ്ട് ഇങ്ങോട്ട് ഈ മാർക്കറ്റോ തള്ളിയടി ബാക്കിൽ പൂശി വരുന്നതേ ഉള്ളൂ. ഇവിടെ നിറച്ചാളെ എടുത്തിട്ട് അലക്കി പണമാരെ
എന്താണ് ഇത്? എത്ര പേരാടാ ഫ്രണ്ടില്? ഇത് എന്തോന്നിത്? എന്തുവാടാ ഇത്? ഇത് എന്തുവാടാ ഇത്? പണിയാണ് എല്ലാത്തിനും. താഴെ ആളുണ്ട്, താഴെ ആളുണ്ട്, താഴെ ആളുണ്ട്. അവനൊക്കെ തുണയ്ക്കാൻ വന്നേക്കണം. ആള് തരാൻ പോയി കളിക്കടാ, ആള് തരാൻ നോക്കി പോയി കളിക്കടാ. നീയൊക്കെ വന്നേക്കുന്നവൻ അവന്റെ വായിത്താളം ഇതൊന്നും അല്ലല്ലോ. അവൻ കാണിച്ചണ്ട, അതായത് വൺ വേ എടുത്ത് കൊറേ കില്ലെടുത്ത് മാസ് കാണിക്കാൻ ചെയ്തത്. കൂട്ടിട് പിങ്ങ് കൂട്ടിട്, വാ വാ പിങ്ങി തന്നെ കൂട്ടിട്. അണ്ണാ ബ്രോക്കണ ഹോസ്റ്റേജ് ഇടാ, ബ്രോക്കണ ഹോസ്റ്റേജ് ഇടാ. അവനിടാ അവനിടാ അവനിടാ, ബാക്കി എല്ലാത്തിനെയും കത്തിയിടാ. നമ്മള് 23, 22 നമ്മുടെ 3 പേരെന്തോണ് ഇത്രയും കണ്ടികളെ അടിച്ചിട്ട് ഡൗൺ ആയി, ഇത്രയും കണ്ടികളെ അടിച്ചിട്ട് കൂട്ടിട്ടാവന്മാരെ ടിവിക്കകത്ത് നീയൊക്കെ ഇതൊക്കെ വന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അകത്ത് നിന്റെയൊക്കെ പുറത്തു കൂടെ നിർത്തി വായി തന്നതാ, നിനക്കൊക്കെ അകത്തൂടെ കൊടുക്കണം. ഇനി വാ, നിന്റെയൊക്കെ തരാം നിനക്ക്. ഇത്രയും കണ്ടി കൊണ്ടായിട്ട് നിനക്കൊക്കെ 3 പേരെ അടിച്ചിടാൻ പറ്റുള്ളൂടാ. 3 പേരെ അടിച്ചിടാൻ പറ്റുള്ളൂ. നിന്റെയൊക്കെ വായിത്താളം ഇതൊന്നും അല്ലല്ലോടാ. ഇത് മലത്തി അടിക്കുന്നായിരുന്നല്ലോ. എന്ത് പറ്റി? തോക്കെടുത്തപ്പോ എന്റെ കൈ വറച്ചാടാ, കൈ വറച്ചോ? അവനിറാ അവനിറാ. ഒരുത്ത വയറ് ഊരിട്ടെ. വേറൊരു കാര്യം കൂടെ പറയട്ടെ. റേഡിയോയില്ലേ നമുക്ക് ആവശ്യമില്ലാത്ത ഇത് വേണ്ട. പറഞ്ഞിട്ട് കാണുന്ന പോലും ഇല്ലാരും. മനസ്സിലാവുന്നില്ല അത്. ഒരുപാട് വയറ് ഊരി വിട്ടിട്ടുണ്ട്, ഒരുത്ത വയറ് ഊരി വിട്ടിട്ടുണ്ട്. ഫൽഗുൺ അവിടെ കിടക്കേട്ടോ. നിനക്കുള്ള തരാം, നിന്റെ കൂട്ടത്തിലുള്ളവർക്ക് കൊടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നിനക്ക് തരാം കേട്ടാടാ ഫൽഗുണ. പിടിക്കുവന്നറ ഈ മാർക്കിലൂടെ ഇനിയും ബോഡീസ് എന്തോ ഉണ്ട് നോക്കിയാ. ഇനിയും ബോഡി ഉണ്ട്, ഇനിയും ബോഡി. ഫൽഗുണൻ 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 അപ്പൊ പറയാം. അതാ കിടക്കുന്നത്. നിന്നെ ഞാൻ ഇന്ന് മുട്ടയിലേക്ക് ഞാൻ ഇവിടെ തൊടണം. കക്കൂസും കഴിയും, മനസ്സിലായോ? സിനിമയില് മാത്രമല്ല മുട്ട കഴിക്കാനുള്ളൂ. നിന്നെ ഞാൻ മുട്ട കഴിച്ചിട്ട് ഇവിടെ തൊള്ളാം. നിന്നെ നീ നോക്കിക്കോ, അല്ലെ നീ ഇപ്പൊ പോകും. നീ യഥാർത്ഥത്തിൽ നീ സ്വപ്നം കണ്ടോണ്ടിരുന്ന സാധനമേ. നിന്നെ ഞാൻ എണീക്കടാ ഫാൽക്കൺ, നിന്നെ മുട്ടയില്. പോണെങ്കിൽ ഫൽഗുണ നീ അത് നൂറാ. ഇന്ന് നീ ഗ്യാങ് എഴയോടാ. എന്തായാലും എന്തൊക്കെയായിരുന്നടാ, എന്തൊക്കെയായിരുന്നു നിന്റെ വായുത്താള അഹങ്കാരം. ഇതൊന്നും അല്ലല്ലോടാ. സ്വപ്നം കാണുന്ന സാധനം, അതായത് നീ സ്വപ്നം കാണുന്ന സാധനമാണ്. ഞാൻ ഒരു ഓസിയും പറഞ്ഞിട്ടില്ല, ഞാൻ ഓസി അല്ല സംസാരിക്കുക, അത് എന്നോടല്ല. ഓസി അല്ല, ഞാൻ സ്വപ്നം കാണുന്ന കാര്യമാണ് പറഞ്ഞത്.
തുടങ്ങിയതാടാ ഫാൽക്കൻ നീ എപ്പോ തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാ ഫൽഗുണ മുട്ടയിലെങ്കിലും ഇരുന്നാടാ ഫൽഗുണ മുട്ടയിലെങ്കിലും സറണ്ടർ അടിച്ചിരിക്കടാ കണ്ടി സറണ്ടർ അടിച്ച കൈപൊക്കി സറണ്ടർ അടിച്ചു എന്റെ ചൂടുണ്ട ബാക്കി അവരോടൊന്നും സംസാരിക്കണ്ട എല്ലാരും എന്റെ പുറകെ എന്റെ പുറകെ വേണ്ട വേണ്ട ഷട്ടൂറുണ്ട് നീ ഷട്ടൂർ എടാ നിന്നോട് പറയാം ഫൽഗുണ നിന്നടുത്ത് പറയാം നീ അവിടെ മിണ്ടാതിരിക്കും നീ ഒരു കാര്യം ചെയ്യേ നീ ഒന്ന് മുട്ടൽ ഇഴഞ്ഞാ താഴെ കിടന്നു നീ ഒന്ന് മുട്ടൽ ഇഴഞ്ഞ് കാണട്ടെ ഞാൻ റൈറ്റ് കൺട്രോൾ ഇട്ടിട്ട് ഇഴഞ്ഞ് റൈറ്റ് കൺട്രോൾ താഴെ കിടന്ന അയ്യോ വയ്യായെന്നോട് പറഞ്ഞു അയ്യോ വയ്യായെന്നോട് പറഞ്ഞേ അയ്യോ വയ്യ തല്ലല്ലേ എനിക്കിനി വയ്യ അങ്ങനെ പറഞ്ഞേടാ ആ എഴടാ നീ ചിരിക്കല്ലടാ ചിരിക്കല്ലടാ അയ്യോ വയ്യെന്നല്ലടാ വായിക്കാനാടാ നീ ഇവിടെ ഫീൽഡാണെങ്കിൽ സമയം തൊട്ടേ നിന്റെ ടൈം സ്റ്റാർട്ട് ആവും ലോസ്റ്റ് ആയിട്ടുള്ള സംസാരിക്കില്ലടാ കണ്ണാപ്പി അണ്ണനെ സംസാരിക്കണ്ടേ ബാക്കി എല്ലാരും കൂടെ നിലക്കില്ലേ ഇനി തല്ലല്ലേ വാസമുള്ള ഞാൻ ഇഴഞ്ഞു തല്ലല്ലേ വാസമുണ്ടാ പിന്നെന്താ ചൂടാവില്ലേ നിങ്ങള് എടാ നീ ഇങ്ങനെ എടാ കരയല്ലേടാ ഇങ്ങനെ എങ്ങനെ കരയല്ലേടാ താരക്കിടന്ന് ഇങ്ങനെ കരയില്ലേ നീ സിനിമാറ്റിക്സ് എന്താ പറഞ്ഞുതരാം നമ്മുടെ ഇതിനകത്ത് തിയേറ്റർ ഉണ്ട് നിന്റെ വീട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ വീട്ടിലുണ്ട് സിനിമയൊക്കെ ഉണ്ടാക്കി ഇടാറുണ്ട് നമ്മുടെ തിയേറ്ററിൽ പ്ലേ ചെയ്യാറുണ്ട് അപ്പൊ നിനക്ക് പിന്നെ ഡെയിലി തല്ല് കൊള്ളുന്ന വീഡിയോ വെക്കാൻ പറ്റത്തില്ലല്ലോ നീ ഒരു കാര്യം പിന്നെ നാട്ടുകാരുടെ നിന്റെ കുണ്ടിയിൽ 8 നീ ഇവിടുന്ന് ഇഴഞ്ഞ് ആ തക്കുടോവോ അതോ ലോകം എന്നൊരു ലോകം ഉണ്ട് അവിടെ വരെയല്ല അവിടെ വരെയല്ല കൂടെ ഇങ്ങനെ കൂടെ ഇങ്ങനെ ബാക്കിലോട്ട് നീ ഫോളോ ചെയ്ത് കഴിഞ്ഞു എഴഞ്ഞോ ഇങ്ങനെ അങ്ങ് എഴേ പുഴി എഴണ പോലെ അങ്ങ് എഴേ 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 നീ എഴേ മറ്റേ സീട്ടത്തിൽ കാണത്തില്ല അതുപോലെ എഴേ ഇപ്പൊ എന്തൊരു രസോടെ കേക്കാൻ ഇവന്റെ കരച്ചില് ഞാൻ കൊണത്തില്ലല്ലോ എനിക്ക് നിന്നെ ഇങ്ങോട്ടോ പതുക്കെ വരാൻ പറ്റത്തില്ലോ ദൈവം എന്ന് പറഞ്ഞേ മറ്റേ പട്ടിയുടെ ബിസ്ക്കറ്റ് ഒന്നും പറയില്ല അതായത് ക്യാരക്ടറിനെ വിട്ടിട്ട് വരുന്നുണ്ട് പറഞ്ഞോ ഇനി തല്ലല്ലേന്ന് പറഞ്ഞു നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മൊത്തം അടി കൊണ്ട് നടക്കും എന്നിട്ട് ഇങ്ങനെ കിടന്ന് എഴയും ഇങ്ങനെ കിടന്ന് എഴയും നിന്നവിടെ സുഖവാസത്തിനുണ്ടോന്നല്ല മര്യാദക്ക് അല്ല ഞാൻ ബ്രോ ചോദിച്ചിട്ടുണ്ട് 1v22 അടിച്ചു എന്നൊക്കെ പറഞ്ഞ ബിജെപി അമ്പി അമ്പി എഴയടാ എഴയടാ എന്നിട്ട് പോയാ അമ്പി അമ്പി നടാമാടാ വാ അമ്പി നേരാടാ ഓ അമ്പി നടാ നടക്ക് കൊറേ ഐഡി
ഇല്ലില്ല എന്റെ ഉണ്ട്. അയ്യോ വേണ്ട വേണ്ട. അമ്പത്തൂർ ഇവനെ കഴിഞ്ഞു വരട്ടെ, നമുക്ക് അവിടെ വയ്ക്കാം. എല്ലാരും ചെയ്യൂലായിരുന്നു ചന്ദ്ര, ഞാൻ ഇത് ചെയ്യൂലായിരുന്നേ. കുറച്ച് ദിവസമായ ചന്ദ്ര, കുറച്ച് ദിവസം പറയാതിരിക്കാൻ വയ്യ. കുറച്ച് ദിവസമായി, അതുകൊണ്ട് ഞാൻ ഇതിന്റെ റിപ്ലൈ കൊടുക്കണത്. വേറെ ഞാൻ ഇത് ചെയ്യത്തില്ലായിരുന്നു. അപ്പൊ ഇവന് കടിയാണ്, ഇവനൊക്കെ വല്ലാത്ത വഴി നോക്കി പോയതാണ്. അപ്പൊ അവനൊക്കെ വല്ലാത്ത കഴപ്പാണ്. എനിക്ക് അതിന്റെ ഇന്റൻസ് അത്രത്തോളം മനസ്സിലാവുന്നു ശരിക്കും. പക്ഷെ നിനക്ക് മനസ്സിലാകത്തില്ല. വെള്ളമൊക്കെ കൊടുത്ത് കൊണ്ടുവരുന്നുണ്ടാ, പായമ്പഴമൊക്കെ കൊടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ആദ്യ രാത്രിക്ക് കൊണ്ടുവരുന്നവരാ വരുന്നത്. അമ്പിടാ അവൻ എഴഞ്ഞു വരട്ടെ, എഴഞ്ഞു വരട്ടെ, പിന്നെ ഇവന് ഭയങ്കര ഇതാന്ന് തോന്നിട്ടത്. അങ്ങനെ ഇങ്ങനെ തന്നെയല്ലേടാ വന്നേ. അപ്പൊ ഇങ്ങനെ മതിയോ? ബാക്കി നിന്റെ മറ്റേ അതല്ല സംഭവം എന്ന് വെച്ചാൽ അണ്ണന് മനസ്സിലായില്ലേ, അവൻ ഇങ്ങനെ ഡ്രസ് പറയും. അപ്പം ടി വി ഓൾ ഡൗൺ സംഭവം മനസ്സിലായില്ലേ? വീണോ അങ്ങനെയൊക്കെ വിചാരിക്കുമോ നിങ്ങളെ പറ്റി? കുറച്ച് ഷെഡിയാട്ടം അടിച്ചാ, ഷെഡിയാട്ടം കളിച്ചേ. അത് ഇതുണ്ട് അപ്പൊ നീ ഇന്ന് ഡാൻസ് കളിച്ചിട്ട് പോയാ മതി, നീ കളിച്ചിട്ട് പോയാ മതി. അപ്പൊ നീ കളിച്ചിട്ട് പോയാ മതി. പഠിക്കാൻ അന്ന് കാണിച്ചു തരാമെങ്കിലും ഡാൻസ് നീ കളിക്കണം. അല്ലെ മണിക്കൂർ കൂടെ ടൈം, അല്ലെ മണിക്കൂർ കൂടുവേ. നീ റീസെറ്റ് ആയിക്കൊണ്ടിരിക്കട്ടെ. ഇവിടുന്ന് മെസ്സടിക്കാൻ നിന്നാ നീ ഇന്നൊന്നും രാത്രി ആയാലും പോകില്ല. നീ ഇവിടുന്ന് കുഴപ്പമില്ല കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലോ. ഓ നമുക്ക് എടാ നമുക്ക് തിരക്കൊന്നുമില്ല, നീ മറക്കല്ലേ. നിർബന്ധമാണോ? നീ ഇവിടെ നിന്ന് പുഴുക്കും, അത്രേ ഉള്ളൂ. ബ്ലഡ് ഇവനെ റേജ് വെയിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്, മനസ്സിലായി? അതാണ് അയ്യോടാ, നിനക്ക് അറിഞ്ഞൂടല്ലോടാ, അറിഞ്ഞൂടല്ലോടാ. തല്ലുകൊള്ളി അവനിവിടെ മറ്റേ അവാർഡ് വാങ്ങിക്കാൻ വന്ന് നിൽക്കുന്ന പോലെ ആണ് നിൽക്കുന്നത്. ഞാൻ തല്ല് കൊണ്ടിട്ടില്ല, നീ തല്ല് കൊള്ളാതെ മനസ്സിലായി. വാർ നിങ്ങൾ പറഞ്ഞു. ഇല്ല ഞാൻ ഫാൽക്കൺ ഒരു കാര്യം ചോദിക്കട്ടെ, വെയിറ്റ് ഒരു സെക്കൻഡ്. ബ്രോ തല്ലി കൊണ്ടില്ലെന്ന് പറഞ്ഞില്ലേ? ഓനെ തല്ലിട്ടാണ് കൊണ്ടുവന്നത് ഇവിടെ. അല്ല ബ്രോ, ഇതിന് മുമ്പേ അതല്ല അവൻ ജയിച്ചെന്ന് വിചാരിക്കും. അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല ബ്രോ. ഓ എടാ കുറച്ചു മുമ്പ് കൂടെ വേറെ തല്ലൊക്കെ കൊണ്ടിട്ടില്ലടാ വന്നേ. എല്ലായിടത്തും തല്ലുകൊണ്ട് കിടക്കുക. കുഴപ്പമില്ല, ഊരിക്കോ. ഷഡ്ഡിയാട്ട കാണാൻ
ഇപ്പഴാണ് കറക്റ്റ് ആയത്. അതേ കളറും അതേ A class തല്ലുകൊള്ളി. അല്ല ഇപ്പഴാണ് കറക്റ്റ് ആയത്. ഫിഗർ ഉണ്ട് നിനക്ക് തല്ലുകൊള്ളിയുടെ തൽക്കാലം ലാപ് ഡാൻസ് അങ്ങോട്ട് കളിച്ചു. ഷഡ്യാട്ടം. കളി നിന്റെ രസമല്ല നമ്മള് എടാ ഇപ്പഴാണ് നീ കറക്റ്റ് ആയത്. ഇപ്പഴാണ് കറക്റ്റ് ആയത്. ആനന്ദമേകുന്ന മുന്തും ലിബാസുകൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോടാ എനിക്ക്. ബോഡി മൂവ്മെന്റ് കണ്ടാൽ അറിയാം പഠിപ്പിച്ചിട്ടുണ്ടോടാ? ഇല്ല ബ്രോ ഒന്ന് ചോദിച്ചു നോക്ക് ബ്രോ. ചോദിച്ചാ മതി. അയ്യോ കോഹ്ലിയുടെ ഇങ്ങനെ കളിക്കാറില്ല. അയ്യോ അണ്ണാ അവന്റെ ഗ്യാങ് ഡ്രസ് ഇടാൻ പറയണം. ഗ്യാങ് ഡ്രസ് ഇട്ട് അടിച്ചത്. അപ്പൊ കൂളിംഗ് ഗ്ലാസ് വരുമോ? കൂളിംഗ് ഗ്ലാസ് കുഴപ്പമില്ല, ഞാൻ വായിക്കും. ചാണകത്തിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ അത്ര വലിയ രസമൊന്നും കാണത്തില്ല. അതുകൊണ്ട് വലിയ നിങ്ങളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. എന്റെ നിന്റെ മനസ്സിൽ നിന്റെ മനസ്സിൽ നീ കരയോന്ന് ഇപ്പൊ നമുക്കറിയാം. നീ ഇങ്ങനെ അഭിനയിക്കല്ലേ. എനിക്കത് ഇപ്പൊ നീ ശരിക്കും ഒന്ന് മനസ്സിൽ കരയോന്ന് നമുക്കറിയാം. നീ ഇങ്ങനെ കിടന്ന് ഇതാണല്ലേ. എടാ നീ ഇന്ന് തന്നെ എത്ര പ്രാവശ്യം തല്ലി മേടിച്ചടാ? അതാണ് തല്ലുള്ളി എന്ന് വിളിക്കുന്നത്. അല്ല ഇന്ന് തന്നെ നീ എത്ര തല്ലി മേടിച്ചടാ? നിർത്തി ആണോ? ഞാൻ ബ്രോയിനെ ആദ്യമായിട്ട് കാണുന്നേ. ആണോ? ഒരുപാട് തല്ലി മേടിച്ചിട്ടില്ലെന്ന് ചോദിച്ചെന്താ? ഞാൻ മേടിച്ചിട്ടില്ല. ബ്രോ മേടിച്ചിട്ടുണ്ടോ? നീ തിരിച്ചു പറയാനല്ലേ നിന്നെ ഇവിടെ കൊണ്ട് അല്ല ഡാൻസ് മതിയായോ? ഇല്ല നീ കളിക്ക്. നീ ചോദിക്കുമ്പോ നിർത്താൻ പൽഗുണ നിനക്ക് പോണെന്ന് ആഗ്രഹമൊന്നും ഇല്ലടാ. വേറൊരു പാട്ടിടാ. വീണ്ടും ഡാൻസ് കളിയുടെ ഐഡി ഡാൻസ് കളിക്കടാ. കളിയുടെ ഐഡി അങ്ങ് ഐഡി കളിക്ക്. സ്റ്റെപ്പൊക്കെ അറിയാ. കൊള്ളാം. ഇവന് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടാ. ഇവനെ ഇതാരെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ബോഡി മൂവ്മെന്റ് കണ്ടാൽ അറിയില്ലേ? അതാ ബോഡി മൂവ്മെന്റ് ഉണ്ടല്ലോ. ഷെഡ് ഡാൻസ് ഇവനെ ആരോ പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ട്രെയിനിങ് ഉണ്ട്. കറക്റ്റ്. നല്ല വഴക്കൊക്കെ അവന്റെ പേര് പിന്നെ ഇതൊക്കെ അറിയാണ്ടിരിക്കടാ.
കുമാരി എൻ കാത സിക്കി മുക്കി തിക്കി വിക്കിത് കുമാരി എൻ നെഞ്ചി വിമ്മി വിമ്മി അമ്മി നിക്കിത് കുമാരി ഇത് 3 ഇടറാ 3 ഇടറാ അടുത്ത വിട്ടതേ കുമാരി സുകുമാരി എൻ മനമൊരു മലരടി മലറുക്കുള്ളടി കുമാരി കളിച്ചോ നീ ഇടയ്ക്ക് ഓക്കെ അല്ലേ ചോദിക്കണം നീ കളി നെഞ്ചി വിമ്മി വിമ്മി പമ്മി നിക്കുത് കുമാരി എൻ വാർത്തൈ കടൽ വെട്ടി വിട്ടതേ ഫാൽക്ക നീ ഗ്യാങ്ങിൽ ഇറങ്ങിട്ടെ നമ്മുടെ പലക്ക് സൈഡിൽ ബസ് സ്റ്റാൻഡ് ഉണ്ട് ബസ് സ്റ്റാൻഡ് അതിന്റെ അടിയിൽ പോയി നിൽക്കാം കേട്ടോ. അയ്യോ വേണ്ട പാലത്തിന്റെ അടിയിൽ പോയി നിൽക്കാം. ഇതിന്റെ ആവശ്യം എനിക്കില്ല. ഡെയിലി തല്ലുകൊണ്ട് വരുമല്ലോ അപ്പൊ ഇങ്ങനെ ജീവിക്കേണ്ടി വരും. കുഴപ്പമില്ല, ഇങ്ങനെയല്ല എല്ലാരും പഠിച്ചു തന്നത്. അല്ലണ്ണ ഇവന് ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയാലും ഒരു തൊഴിലറിയാലോ അണ്ണ, അത് തന്നെ വലിയ കാര്യമല്ലേ. ഗ്യാങ് ഇറങ്ങിയ എല്ലാരും ഈ തൊഴിലില്ല. അറിയില്ലടാ, നിനക്കറിയാലോ. പാട്ട് തീർന്നുപോയി. കക്കൂസ് ചെയ്യാലോ അണ്ണ. അവനാ ഷെഡിട്ടാടാനുള്ള പാട്ട് തീർന്നല്ലോന്ന്. കക്കൂസും കൂടെ കഴിയട്ടെ. ഡൗട്ടായിട്ട് ചോദിക്കണം, നിങ്ങൾക്ക് ഷെഡിട്ട് ആടുന്ന ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വേറെ ആൾക്കാർ ഹോസ്റ്റലായിട്ട് കൊണ്ടുപോകുമ്പോ ഇങ്ങനെ ഷെഡിട്ട് അടിക്കാറുണ്ടോ? ഇല്ല, ആടാറില്ല, ഞങ്ങൾ തന്നെ ആടി കൊടുക്കും. നോർമലി ഞാൻ നിന്ന് കൊടുക്കാറില്ല, അങ്ങനെ പറയുന്നത്. ഇഷ്ടപ്പെട്ട ഇങ്ങനെ നീ പാട്ടൊക്കെ നിന്ന് പോയത് നമ്മളെ ഓർമ്മിപ്പിക്കണം. നമ്മളവിടെ നിർത്താൻ വിചാരിച്ചെന്നാ, അപ്പൊ നീ നമ്മളെ പാട്ട് ഓർമ്മിപ്പിക്കണം. അയ്യോ സോറി ബ്രോ, നിങ്ങൾ എങ്ങനെയാടാ കക്കൂസ് അത് നോക്കട്ടെ, തപ്പിട്ട് വെയിറ്റ് ചെയ്യാം. സ്പെല്ലിംഗ് പറഞ്ഞു നമ്മള് വിദ്യാഭ്യാസം കൂടെ പറഞ്ഞു. കാരണം നിന്നെ കൊറേ നേരം കിട്ടേ. പഠിക്കുന്നതല്ല ഇതാണ് ഓർക്കണം, മനസ്സിലായോ? എടാ ഒരു കഥ പറ, ഒരു കഥ പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ചു കഴിഞ്ഞാൽ കഥയൊന്നും അറിഞ്ഞോ. നിനക്കൊന്നും അറിയാത്ത പോലെ നീ ഇവിടെ നടന്ന കാര്യം വേറെ സ്ഥലത്ത് പോയി മാറ്റി പറയുന്ന ടീമല്ലടാ. നിനക്കാണോ ബുദ്ധിമുട്ട്? കഥ പറയടാ, ഉണ്ടാക്കി പറയടാ, ഉണ്ടാക്കി ശരി, ഞാൻ സ്വന്തമായിട്ട് എടാ ഞാൻ നിനക്ക് 2 ഓപ്ഷൻ തരാം. ഒന്നല്ലെങ്കിൽ നീ പാട്ട് പാടാം, അല്ലെങ്കിൽ ഒരു കഥ പറയാം. പാട്ട് പാടാം. കാക്കേ കാക്കേ കൂടെ വിടെ ഇത് നിന്റെ വീട്ടില് മാറിന് വരാത്തണ്ടായിരുന്നില്ല. അവൻ വരാൻ പാടിക്കൂടെ, മനസ്സിലായോ? കാരണം ഇതിന്റെ അച്ഛനെ മനസ്സിലായില്ലേ? മനസ്സിലായോ? നീ ഇവിടെ നിന്ന് കൊണക്കേ എന്താ വീട്ടുകാരൊക്കെ വിളിക്കുന്നേ? യോഗ്യത ഉണ്ടോ നിനക്ക്? ഏടാ കണ്ടി, നിനക്ക് പറയാൻ എന്ത് കുരിഞ്ഞവിടെ ഇരുന്നോണം, നീ ഇവിടെ കിടന്ന് പറയല്ലേ? ഇവനൊക്കെ കക്കൂസ് കഴിക്കണം. നിനക്ക് പറയാൻ എന്ത് യോഗ്യത ഉണ്ടോ? കണ്ടി നിന്റെ നിനക്ക് വീട്ടുകാരെ പറ, നിനക്ക് പറയാൻ എന്ത് യോഗ്യത? നിനക്ക് കൊണ്ട് നിനക്ക് ആരാണ് വീട്ടുകാരെ പറഞ്ഞിട്ട്? കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ഞാൻ കൺവേർട്ട് ചെയ്തില്ലല്ലോ, എനിക്ക് അതിന്റെ കഴിവൊന്നുമില്ല. പറഞ്ഞേ
ബ്രോ ഞാൻ കൺവേർട്ടില്ല ബ്രോ ഞാൻ ആരാടാ പിന്നെ നിന്റെ വീട്ടുകാരെ പറഞ്ഞൂടെ വീട്ടുകാരെ പറഞ്ഞത് ഇപ്പം ഇതേ ബാക്കി നിൽക്കുന്ന പയ്യൻ ഞാൻ എന്താ പറയുന്നത് കേട്ടോ എന്താ പറഞ്ഞു നിന്റെ വീട്ടിൽ പോയി പറയാൻ വീട്ടിൽ പോയി നിങ്ങളുടെ ഗ്യാങ് ഒന്നും ഇല്ലടാ അങ്ങനെയായിരുന്നു ഓക്കെ അങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത് മാറിപ്പോതാ അതാടാ പറഞ്ഞ കൺവേർട്ട് ചെയ്യില്ലെന്ന് കൺവേർട്ട് ഓളി ബ്രോ ഞാൻ എന്റെ ഭാഗത്ത് മാറിപ്പോതാ ബ്രോ മനസ്സിലായി നിന്റെ വീട്ട് മറ്റേ അയലൊക്കെ ബാക്കിയുള്ളവർ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്ന് വിളിക്കത്തില്ല നമ്മള് മനസ്സിലായോ കേട്ടാ കണ്ടി ഞാൻ അന്വേഷിച്ചു വിളിച്ചിട്ടൊന്നുമില്ലല്ലോ നീ ആരാണ് ചോദിക്കുമ്പോ തിരിച്ചറിയാം നിന്നോട് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ അമ്പത്തിരി ഇല്ല ഞാൻ മനം കളിക്കില്ല നീ കക്കൂസ് കഴിഞ്ഞിട്ട് വാ 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 ഒരു ധൈര്യമില്ല ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഞാൻ പറഞ്ഞില്ലേ സംഭവം ഇതാണെന്ന് സംഭവം ഇതാണ് പയ്യൻ മൻവി എന്താ കേട്ടില്ല ഞാൻ ഓട്ടോമാക്കില്ല നിന്റെ മാസം ഇന്ന് കാണുന്നു എത്ര എന്ത് ഡെയിലി വരുന്നതാ നീ എന്നും തല്ലുള്ളൂ നീ എന്നും കക്കൂസൊന്നും കാണിച്ചിട്ട് രാവിലെ വൈകിട്ട് വന്ന് കഴുകുക അല്ലെ നമ്മളൊന്ന് അടുത്തൊക്കെ ഒരുത്തൻ കക്കൂസായിട്ട് കുറെ നാളായി മനസ്സിലായോ നീയാണ് ആ ഭാഗ്യം മനസ്സിലായോ നക്കി കഴുകിട്ടേ പോകും നീ അങ്ങ് നക്കി കഴുകിട്ട് പോകും പിന്നെ നീ ആ മാസ്ക് ഊരിയേ നക്കി കഴുകിട്ട് പോയാൽ മതി ഞാൻ എന്റെ ബെസ്റ്റ് ട്രൈ ചെയ്യാം നക്കി കഴുകണം ചെയ്തിട്ട് പോയാ മതി അവന്റെ കണ്ണ അവന്റെ മാസം കഴിപ്പിച്ചേക്ക് എന്നിട്ട് അവൻ നക്കി കഴിയട്ടെ ഇല്ലില്ല ഇത് ഇവൻ ഈ ഗ്യാങ് ഡ്രസ് ഇട്ടോ തുടച്ചാണ് ഇത് കഴിയണം കഴുകണം കറക്റ്റ് വഴിയെ കയറി കേട്ടോ നമ്മള് പോകണ്ട എല്ലാം അറിയാലോ ഇതെന്ന് പറഞ്ഞാലേ ഇവിടുത്തെ ഞാനിന്ന് കാണിച്ചു കൊടുക്കാം മോനെ കക്കൂസ് തരാ മോനെ സിറ്റിയിൽ മറ്റേ ലൈവ് ആപ്ലിക്കേഷന്റെ പേരെന്താണ് അതില്ല അപ്പം എല്ലോ പിന്നെ എല്ലാ പേജ് ഇട്ടോ എല്ലാ പേജ് ഇട്ടോ കഴുകടാ കൈവച്ച കൈയച്ചാത്ത ഇട്ട് കഴുകടാ ക്ലീൻ ആണോ ഒന്നും അറിയാത്തല്ലേ അവന്റെ ലെഗസി ഒന്ന് സിറ്റിയിൽ എല്ലാവരും അറിയിച്ചേരെ ഇതാണോ ലെഗസി എന്ന് പറയുന്നത് എന്താ സാധനം അല്ല ഈ തുടക്കുന്നത് ലെഗസിയുടെ ഭാഗമാണ് അല്ല ഇത് ഞാൻ ആദ്യമായിട്ട് കാര്യസാധ്യത പറമ്പിൽ പോയിട്ടാണ് അല്ല ഞാൻ അങ്ങനെയല്ല ഞാൻ വേറൊരാളുടെ സ്ഥലത്ത് വന്നിട്ട് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ഉദ്ദേശിച്ചത് അതിനെങ്ങനെ ഊരിട്ടോണ്ടിരിക്കല്ലേ പിന്നെ എങ്ങനെ നീ നിന്നെ വല്ലൊരു ഒരു ഭാഗത്തേക്കില്ലാണ് മനസ്സിലായി ഊരി വിടരുത് എന്നാലും കണ്ട് വരാനൊക്കെ പറ്റുള്ളൂ മനസ്സിലായ അത് എടുക്കുമെന്ന് ഇല്ല എന്നെ എടുക്കുന്ന എനിക്ക് ആദ്യമേ അറിയായിരുന്നു നിന്നെ മാർക്കറ്റ് പ്ലേസ് ഇട്ടുണ്ട് നിന്റെ കയ്യിലിരിപ്പ കഴുക ആൾക്കാർ വിളിക്കും കേട്ടോ സിറ്റിയിലെ അബ്ബാസ് ആണ് നീ എല്ലാവരും കക്കൂസ് എഴുതാൻ ഭയങ്കര തൊലിക്കെട്ടി
ആണോ? ഇച്ചിരി മാറിയിക്കണേടാ പയ്യനെ കാണുന്നില്ലടാ. നീ ചെയ്തോ ഏതാ ഏതാ നീ പരിപാടി എടുത്തിട്ട് ഇതിന് കയറുന്ന കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. അല്ലടാ നിനക്ക് വൈകാണ്ട് നീ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യേണ്ടി വരും. എന്തൊക്കെ പരിപാടിയാടാ, എന്തൊക്കെ പരിപാടിയാ, പാലത്തിനടിയിൽ പോയി നിൽക്കാൻ അറിയാത്തതിന്റെ കുറവ്. അവൻ ടഫാവാൻ നോക്കാം. മൾട്ടി ടാലന്റഡ് അവൻ. ബ്രോ ഞാൻ കാര്യം ചെയ്യട്ടെ, വേണമെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡ് നമ്മളെല്ലാരും ഇറങ്ങിത്തരാം ഇവിടുന്ന്. പൊട്ടിക്കര ഒന്ന് കരയണോ? ഒന്ന് കരയാൻ തോന്നുന്നുണ്ടോ ബ്രോ? കരയാൻ തോന്നുന്നുണ്ടോ? കരയാൻ തോന്നുന്നുണ്ടോ? ഒന്ന് കരയാൻ തോന്നുന്നുണ്ടോ? ഓക്കെ എന്ന് പ്രിറ്റൻഡ് ചെയ്യല്ലേ ഇങ്ങനെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ സൗണ്ട് സംസാരത്തിന്റെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഇനി വായടച്ച് മിണ്ടാതിരുന്ന് ഇവിടെ കഴിവാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് പോവാം. ഇല്ല കഴിക്കൊണ്ടിരിക്കും, മനസ്സിലായ? നീ ജീവിതകാലം മുഴുവൻ ഇവിടെ അവസരം നമ്മള് പ്രിയോടെ കളിക്കുമ്പോഴും നീ ഇവിടെ കഴുകിക്കൊണ്ടിരിക്കും, മനസ്സിലായ? നീ അവിടെ കളിക്കാൻ പോലും കാണത്തില്ല, നീ ഇവിടെ ഇരുന്ന് കഴുകും. അതാണ് വേറെ പ്രശ്നം. അവന്റെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോ രണ്ട് അങ്ങനെ നമ്മളൊന്ന് പറയുമ്പോ അവൻ രണ്ട് പറയാം. അപ്പം മിസ് മനസ്സിലായി? അതാണ് അവന്റെ ആഗ്രഹം. കഴിവട കണ്ടി മിണ്ടായിരുന്നു, കഴിവട കണ്ടി കണ്ടി ഒന്നും പറയണ്ട, നീ അവിടെ കഴിയാൻ പറ്റും. വാ തുറന്ന വായിൽ പഴം അടിച്ചു കഴുകു. നീ കണ്ടി MRC അബ്ബാസ് അളിയ ക്യാപ്റ്റൻ MRC അബ്ബാസ്. അബ്ബാസിന് ശേഷം ഇത്ര ഒരു നീതി പുലർത്തിയ ഒരു വയ്യ മാത്രമല്ലേ? സത്യം ആർപിക്കാരൊക്കെ കൊളാബറേഷൻ വിളിക്കും, പോണം കേട്ടോ. അല്ല ഇപ്പൊ ആർപിക്കിന്റെ കൊളാബിനൊക്കെ നല്ല ഇതാണ്. താല്പര്യം ഇൻട്രസ്റ്റ് ആണോ? ഗാങ് ഫണ്ടൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാം. എന്തൊക്കെ പേരുകളാ, എന്തൊക്കെ അവസ്ഥകളല്ലേ. നീ ഒരു സ്റ്റാർ ആണ് കേട്ടാ. ചണ്ടി കൊളാബറേഷൻ എന്തൊക്കെ തന്നെ കൊളാബറേഷൻസ് കിട്ടും നിനക്ക്. നീ ഇന്നത്തോടെ സ്റ്റാർ ആയി. അബ്ബാസ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വാസന കണ്ടിട്ടുണ്ട് എവിടെ? കൂളിംഗ് ഗ്ലാസ് ഒക്കെ തല തീട്ട തീട്ടത്തിന്റെ മഞ്ഞയും കൂടെ ഉള്ളതുകൊണ്ട് അവര് ഷട്ടി പറ്റിയതാണ്. പെരട്ടി വെച്ചേക്കുന്നു, പെരട്ടി. ഇവിടെ നിനക്ക് വിൻസെന്റിനെ പരിചയമുണ്ടാ? ഇന്നത്തെ വിൻസെന്റിനെ പരിചയം അറിയാം. അപ്പൊ ബന്ധങ്ങളുണ്ട്, അപ്പൊ ബന്ധങ്ങളുണ്ട്. ഒരേ ലെഗസി അല്ലായിരുന്നോ? after the hostage situation. നീ കഴിയുന്നത് മാർക്കറ്റ് പ്ലേസ് ഇട്ടുണ്ട്, ആൾക്കാർ വിളിക്കും കേട്ടോ. അതൊക്കെ ആയിട്ട് പോവാ, അതൊക്കെ ആയിട്ട് പോവാ. ഇപ്പൊ നിന്റെ വില 1 രൂപയാണ് കേട്ടാ. ഡിമാൻഡ് ഇല്ല, നോക്കൂ ഇനി തൊട്ട് മണി നൈറ്റ് തല്ലാൻ വരും. ഇവനൊക്കെ അടികൊള്ളുമ്പോ കൂടെയുള്ളവന് വണ്ടിന്ന് പോലും ഇറങ്ങിയിട്ടില്ല, തല്ലാൻ വരും. എന്താ ഇങ്ങനെ കളിക്കുന്നേ? നേരെ 4 മിനിറ്റ് 4 മിനിറ്റ് 4 മിനിറ്റ് 10 മിനിറ്റും കൂടെ കഴിയട്ടെ കഴിയട്ടെ. എടാ ഇവനാ ലാസ്റ്റ് 5 മിനിറ്റ് പിടിച്ച് കത്തിക്കാലേ, കണ്ടോ ഞങ്ങക്ക് പോയി കേട്ടാ. അതും കൂടെ ചെയ്യിക്കാം, അതും കൂടെ ചെയ്യിക്കാം, അതും കൂടെ ചെയ്യിക്കാം. അന്നാ അതും കൂടെ ചെയ്യിക്കാം. 15 മിനിറ്റ് കത്തിച്ചു വിട്ടാലോ, കത്തിച്ചു വിട്ടാലോ, ഒന്ന് കത്തിച്ചു തല്ലി
തല്ലിക്കൊന്ന് കത്തി. വെറുതെ വിട്ടേക്കണ്ട അവൻ എന്തിനും ചെയ്യാൻ വെറുതെ വിടണ്ട വെറുതെ വിടണ്ട തല്ലിക്കൊന്ന് കത്തി. ഒരു തോക്കൂടെ കളഞ്ഞേരെ പുറത്തിട്ട് കത്തിക്കാം പുറത്തിടാം ചുറ്റും പെട്രോൾ തീയങ്ങ് കൊടുത്ത് പെട്ടെന്ന് കത്തിക്കിനി അത് വാ മോനെ പുറത്തോട്ട് വാ ഓടി വാ കാണിക്കാൻ തുടങ്ങി കിടക്കണ തീട്ടവേ കേട്ടാ പെട്രോൾ പോയിട്ട് കൊടുത്തോണ്ട് പോലെ പൊടിച്ച് ഇറക്കിട്ടിരിക്കും കേട്ടാ കണ്ട് പട്ടത്തിയുടെ പോയാ ഐഡിക്കുണ്ട പോയല്ലോ പോയി ചങ്ക് പൊട്ടി രണ്ടായി എന്നിട്ടും ചിരിച്ചോണ്ടിരിക്കുന്നു പയ്യെ ഇപ്പൊ